KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. എന്താണ് ഹിജാമ അഥവാ കൊമ്പുവെക്കൽ? കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ UK ഷെരീഫ് ഇന്ന് KMIC ന്യൂസിൽ. ഹജ്ജ് സംബന്ധമായ വിവരങ്ങൾക്കും അധികാറുകൾക്കും ഇനിയൊരു ക്ലിക്ക് മാത്രം. കന്നഡ ഭാഷയിലുള്ള ആപ്ലിക്കേഷൻ തയ്യാർ. മക്ക ദുരന്തം, മരണം 107 കവിഞ്ഞു. മരണസംഖ്യ കൂടിയേക്കും. മരിച്ച 2 ഇന്ത്യക്കാരും മലയാളികൾ. നിരവധി പേർക്ക് പരിക്ക്. ഈജിപ്ത് പ്രധാനമന്ത്രി ഇബ്രാഹിം മെഹ്ലബ് രാജിവെച്ചു. മധ്യപ്രദേശിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 82 മരണം. വിമാനത്താവളത്തിൽ ദേഹപരിശോധന ഒഴിവാക്കണമെന്ന് രാംദേവ് ഗുർമീത് സിംഗ്. വാർത്തകൾ വിശദമായി. കനത്ത മഴയെ തുടർന്ന് വിശുദ്ധ ഹറമിന് സമീപം ക്രെയിൻ തകർന്നു വീണ് മരിച്ച ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം 107 കവിഞ്ഞു. അപകടത്തിൽ മരിച്ച 2 ഇന്ത്യക്കാരും മലയാളികളാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 15 ഇന്ത്യക്കാരുൾപ്പെടെ 238-ലധികം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. സ്വകാര്യ ടൂർ ഏജൻസി വഴി മക്കയിലെത്തിയ പാലക്കാട് സ്വദേശിനിയെ മുഅ്മിനയാണ് മരിച്ച ഒരു മലയാളി. 28 വയസ്സായിരുന്നു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. കഅബയ്ക്ക് സമീപം മക്കാം ഇബ്രാഹിമിന് പിറകിലാണ് അപകടം. മക്കയിൽ കഴിഞ്ഞ ദിവസമായി പൊടിക്കാറ്റും കനത്ത മഴയും തുടരുകയാണ്. 107 പേരുടെ മരണം സൌദി സിവിൽ ഡിഫൻസ് സ്ഥിരീകരിച്ചു. രക്ഷാപ്രവർത്തനം ഇന്നലെ അർദ്ധരാത്രിയും തുടർന്നു. സൌദി സിവിൽ ഡിഫൻസ് ഡയറക്ടർ സുലൈമാൻ അൽ-അംർ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മക്കയിലെ മസ്ജിദുൽ ഹറം വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ക്രെയിൻ ഇന്നലെ മഗ്രിബ് നിസ്കാരത്തിന് തൊട്ടുമുമ്പാണ് പൊട്ടിവീണത്. കഅബയ്ക്ക് സമീപമാണ് സംഭവം. അടിയന്തര അന്വേഷണത്തിന് മക്ക ഗവർണർ ഉത്തരവിട്ടിട്ടുണ്ട്. മക്കയിലെ ആശുപത്രികളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ച തീർത്ഥാടകരിൽ ഭൂരിഭാഗവും തുർക്കി, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. പരിക്കേറ്റവരിൽ 15 ഇന്ത്യക്കാർ ഉൾപ്പെട്ടതായി സൌദിയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ഇവർ ഏത് സംസ്ഥാനക്കാരാണെന്ന് അറിവായിട്ടില്ല. ഹജ്ജ് സമാഗതമായിരിക്കെ തീർത്ഥാടകരുടെ പ്രവാഹം കണക്കിലെടുത്ത് ഹറം വികസന പ്രവൃത്തിയുടെ ഭൂരിഭാഗവും നിർത്തിവച്ചിരിക്കുകയാണ്. ക്രെയിൻ ദുരന്തത്തിന്റെ വെളിച്ചത്തിൽ അവശേഷിക്കുന്ന പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ മക്ക ഗവർണർ പ്രിൻസ് ഖാലിദ് അൽ ഫൈസൽ ഉത്തരവിട്ടിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷണവും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയായതിനാൽ ഇന്നലെ ഹറമിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. മഗ്രിബ് നിസ്കാരത്തിന് തീർത്ഥാടകർ ഒരുമിച്ച് കൂടുന്ന സമയം കൂടിയായതിനാലാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കൂടിയത്. മക്കയിൽ ക്രെയിൻ അപകടത്തിൽ മരിച്ച പാലക്കാട് കൽമണ്ഡപം മീനാനഗർ സ്വദേശി മുഅ്മിനയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല. മാതാപിതാക്കൾ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ഉടൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് മുഅ്മിനയുടെ 3 മക്കളും. 4 ദിവസം മുമ്പാണ് മുഅ്മിനയും ഭർത്താവ് ഇസ്മായിലും ഹജ്ജിനായി പുറപ്പെട്ടത്. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് വഴിയായിരുന്നു യാത്ര. വീട്ടുകാരോടും മക്കളോടും യാത്ര പറഞ്ഞിറങ്ങിയത് മരണത്തിലേക്കാവുമെന്ന് ആരും കരുതിയില്ല. അപകടം സംഭവിക്കുന്നതിന് അല്പം മുമ്പും ഇവർ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. പിന്നെ ഈ വീട്ടിലേക്കെത്തിയത് മുഅ്മിനയുടെ മരണവാർത്തയാണ്. മാതാപിതാക്കൾ ദൂരയാത്ര പോയതിന്റെ വിഷമത്തിലാണ് മക്കളായ ആയിഷയും ആഷിഫും അൻസിഫും. അതിനാൽ തന്നെ മുഅ്മിനയുടെ മരണവാർത്ത ഇവരെ തൽക്കാലം അറിയിച്ചിട്ടില്ല. കോഴിക്കോട്ടുകാരായ ഇവരുടെ കുടുംബം 3 മാസം മുമ്പാണ് കൽമണ്ഡപത്തെ വാടക വീട്ടിൽ താമസത്തിനെത്തുന്നത്. പാലക്കാട്ട് കോഴിഫാം നടത്തുകയാണ് ഇസ്മായിൽ. മൂത്ത മകൾ ആയിഷയുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായാണ് ഇവിടെ വീടെടുത്തത്. മക്കയിൽ വെച്ച് മരിക്കുന്നത് പുണ്യമായി കരുതുന്നുണ്ടെങ്കിലും വിയോഗവാർത്തയോട് ഇവർക്ക് ഇപ്പോഴും പൊരുത്തപ്പെടാനായില്ല. അതേസമയം ഇസ്മായിൽ സുരക്ഷിതനാണെന്ന് വീട്ടിലേക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. മുഅ്മിനയുടെ ഖബറടക്കം മക്കയിൽ തന്നെ നടക്കും. മധ്യപ്രദേശിലെ തബുവ ജില്ലയിലെ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം 82ആയി. 50-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സേദിയ റെസ്റ്റോറന്റിൽ രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. റെസ്റ്റോറന്റിന് സമീപമുള്ള കെട്ടിടത്തിൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉണ്ടായതാണ് അപകടത്തിന്റെ വ്യാപ്തിക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. സ്ഫോടനത്തിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നു. സമീപത്തുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ്
ശിവരാജ് സിംഗ് ചൌഹാൻ പ്രഖ്യാപിച്ചു. അപകടസ്ഥലത്ത് പരിശോധന തുടരുകയാണ്. വിമാനത്താവളത്തിൽ ദേഹപരിശോധന ഒഴിവാക്കണമെന്ന് രാംദേവ് ഗുർമീത് സിംഗ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. വിമാനത്താവളങ്ങളിൽ പരിശോധന കൂടാതെ കടത്തിവിടണമെന്നാവശ്യപ്പെട്ട് യോഗസ്വാമി രാംദേവ്, ആൾദേവം, ഗുർമീത് രാം റഹീം സിംഗ് എന്നിവർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദിയെ പിന്തുണക്കുകയും അഴിമതി വിരുദ്ധ സമരം വഴി ബിജെപിയെ സഹായിക്കുകയും ചെയ്ത രാംദേവിന് 25 കേന്ദ്ര സേനാംഗങ്ങളുടെ അകമ്പടിയുള്ള സെഡ് സുരക്ഷാ കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകൾ നേരിടുന്ന ദേരാ സച്ച സൌദ നേതാവ് ഗുർമീത് സിംഗ് ഹരിയാനയിൽ ലോക്സഭാ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിയെ കൈയയച്ച് സഹായിച്ചിരുന്നു. ഇരുവരും വെവ്വേറെയാണ് വ്യോമയാന മന്ത്രാലയത്തെ സമീപിച്ചത്. വിമാനത്താവളത്തിലെ പരിശോധന ഒഴിവാക്കിയാൽ വാഹനത്തിൽ നിന്നിറങ്ങി നേരിട്ട് വിമാനത്തിലേക്ക് കയറാൻ ഭരണഘടനാ പദവി വഹിക്കുന്നവർക്കും ചുരുക്കം അതിപ്രധാന വ്യക്തികൾക്കും കിട്ടുന്ന അവകാശമാണ് ആൾദൈവങ്ങൾക്ക് ലഭിക്കുക. വിമാനത്താവളങ്ങളിലെ ദേഹപരിശോധനയിൽ നിന്ന് 31 വിഭാഗത്തിൽപ്പെട്ടവരെയാണ് നിലവിൽ ഒഴിവാക്കിയിട്ടുള്ളത്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരിൽ നിന്ന് തുടങ്ങുന്ന ഈ ലിസ്റ്റിൽ ഉയർന്ന കോടതികളിലെ ജഡ്ജിമാർ, ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, സ്ഥാനപതിമാർ എന്നിവർക്കൊപ്പം സുരക്ഷ പരിഗണിച്ച് ദലൈലാമ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, റോബർട്ട് വാദ്ര എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ റോബർട്ട് വാദ്രയെ പട്ടികയിൽ നിന്ന് നീക്കുന്ന കാര്യം പരിഗണനയിലാണ്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ, അറ്റോർണി ജനറൽ എന്നിവരെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. ദിവ്യനായ രാംദേവിന് സ്വന്തം പ്രോട്ടോകോൾ ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ആശ്രമാധികൃതരുടെ പക്ഷം. വിമാനത്താവള പരിശോധന ഒഴിവാക്കിയാൽ സമയ ലാഭവുമുണ്ട്. തൃശൂലം, ദണ്ഡ് എന്നിവയുമായി വിമാനത്തിൽ കയറാൻ അനുവദിക്കണമെന്ന് ചില സന്യാസിമാർ വ്യോമസേനാ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതും പരിഗണനയിലാണ്. സന്യാസിമാരെ ഇത്തരം ആയുധങ്ങളുടെ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല എന്ന കാഴ്ചപ്പാടിലാണ് അധികൃതർ. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ഈജിപ്ത് പ്രധാനമന്ത്രി ഇബ്രാഹിം മെഹ്ലബ് രാജിവെച്ചു. രാജി പ്രസിഡന്റ് അബ്ദുൽ ഫത്തഹ് അൽ സീസി സ്വീകരിച്ചു. ഇതിന് പിന്നാലെ പുതിയ പ്രധാനമന്ത്രിയായി നിലവിലെ പെട്രോളിയം മന്ത്രി ഷെരീഫ് ഇസ്മായിലിനെ നിയമിച്ചുകൊണ്ട് പ്രസിഡന്റ് ഉത്തരവിറക്കുകയും ചെയ്തു. മെഹ്ലബ് മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുന്നതുവരെ നിലവിലെ മന്ത്രിസഭ കാവൽ മന്ത്രിസഭയായി തുടരാൻ പ്രസിഡന്റ് നിർദ്ദേശിക്കുകയായിരുന്നു. മെഹ്ലബ് രാജിവെക്കാനിടയായ സാഹചര്യം പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നില്ല. അതേസമയം അഴിമതി കേസിൽ ഈജിപ്ഷ്യൻ കൃഷിമന്ത്രി അറസ്റ്റിലായി ദിവസങ്ങൾക്കുള്ളിലാണ് പ്രധാനമന്ത്രിയുടെ രാജി പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമാണ്. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, AP അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, എന്നും യതീമിന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭാരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബാസുരമായൊരു ഭാവിക്കായി എന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ, അറിവിനാഴക്കടല് താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ, കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ, കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ഹജ്ജ് സംബന്ധമായ വിവരങ്ങളും അധികാറുകളും ഇനി കന്നഡ ഭാഷയിലും. കന്നഡ ഭാഷയിൽ ഹജ്ജ് സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ ഇനിയൊരു ക്ലിക്ക് മാത്രം. കന്നഡയിലുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ എത്തിക്കഴിഞ്ഞു. സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് ഇനി നിഷ്പ്രയാസം ഹജ്ജ് സംബന്ധമായ മുഴുവൻ കാര്യങ്ങളും അധികാറുകളും ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. ഇതാദ്യമായാണ് പ്ലേ സ്റ്റോറിൽ കന്നഡ ഭാഷയിലുള്ള ഹജ്ജ് ഗൈഡ് വരുന്നത്.
പ്രവാസ ലോകത്ത് കർണാടക SYSന്റെ ഭാഗമായ KCF ജിദ്ദ സോണാണ് ഹജ്ജ് ഉംറ അധികാർ കന്നഡ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ സയ്യിദ് ഇസ്മായിൽ ബുഖാരി കടലുണ്ടി ആപ്ലിക്കേഷൻ ലോഞ്ചിംഗ് നിർവഹിച്ചു. ഹാഫിൽ GM ഹനീഫി മറ്റു KCF നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. കുടക് വീരാജ്പേട്ട അൻവാറുൽ ഹുദ സംഘടിപ്പിക്കുന്ന മാസാന്ത അസ്മാഉൽ ഹുസ്ന റാത്തിബ് നാളെ നടക്കും. വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന പരിപാടിക്ക് സയ്യിദ് ശിഹാബുദ്ദീൻ ബ അലവി വളപട്ടണം നേതൃത്വം നൽകും. സയ്യിദർ പണ്ഡിതർ സംബന്ധിക്കും. വൈദ്യശാസ്ത്ര മേഖലയിൽ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ളതും പ്രവാചക ചികിത്സാവിധിയുമായ ഹിജാമ അഥവാ കൊമ്പുവെക്കൽ ജനകീയമാവുകയാണ്. പ്രവാചകർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിക്കുകയും മറ്റുള്ളവരോട് നിർദ്ദേശിക്കുകയും ചെയ്ത ഹിജാമക്ക് ആഗോളതലത്തിൽ പ്രശസ്തി ഏറിവരികയാണ്. കേരളത്തിൽ യുനാനി വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയോടൊപ്പമാണ് അതിന്റെ പ്രധാന റെജിമെന്റൽ തെറാപ്പിയായ ഹിജാമക്കും പ്രചാരമേറി വന്നത്. യുനാനി ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ സെന്ററുകളിലുമായി നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ ഹിജാമയ്ക്ക് വേണ്ടി ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിജാമ നടക്കുന്ന മർക്കസ് യുനാനി ഹോസ്പിറ്റലിൽ ക്യാമ്പുകളിലായി മാത്രം 10,000-ലധികം പേർ ഹിജാമ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. ഇനി ഹിജാമയെക്കുറിച്ച് കൂടുതലറിയാൻ നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. കേരള യുനാനി മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മർക്കസ് യുനാനി ഹോസ്പിറ്റൽ ഡയറക്ടറും ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ഹാഫിൽ UK മുഹമ്മദ് ഷരീഫ് KMC ന്യൂസിൽ നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർക്ക് KMC ന്യൂസിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ, എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹിജാമ? എന്തിനൊക്കെയാണ് ഇത് ചെയ്തു വരുന്നത്? ശരീരത്തിന്റെ നിശ്ചിത പോയിന്റുകളിൽ ഹിജാമയുടെ ഉപകരണങ്ങൾ ഘടിപ്പിച്ച് പ്രത്യേക രൂപത്തിൽ അശുദ്ധരക്തം പുറത്തെടുത്തു കളയുന്ന രീതിയെയാണ് ഹിജാമ എന്ന് വിളിക്കുന്നത്. പണ്ടുകാലത്ത് ഇതിനുവേണ്ടി മൃഗങ്ങളുടെ കൊമ്പുകൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് കൊമ്പുവെക്കൽ എന്ന പേര് മലയാളത്തിൽ വരാൻ കാരണം. പിന്നെ ആഗോളതലത്തിൽ ഹിജാമ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല വിവിധ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഹിജാമ ചെയ്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഹിജാമ ചെയ്തു വരുന്നുണ്ട്. രക്തം ശുദ്ധീകരണം നടക്കുന്നതിലൂടെ ചർമ്മരോഗങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഹിജാമ ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹിജാമ ചെയ്യുന്നുണ്ട്. വിട്ടുമാറാത്ത തലവേദനകൾ പോലത്തെ കഫരോഗങ്ങൾക്ക് വേണ്ടി ഹിജാമ ചെയ്യുന്നുണ്ട്. സന്ധി രോഗങ്ങൾ, പ്രത്യേകിച്ചും നടുവേദന, മുട്ടുവേദന, തോള്, കഴുത്ത്, മടമ്പ് വേദനകൾ തുടങ്ങിയ സന്ധി രോഗങ്ങൾക്ക് വേണ്ടി ഹിജാമ ചെയ്തു വരുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ, പ്രത്യേകിച്ചും യൂറിക് ആസിഡും കൊളസ്ട്രോളും ഷുഗറും പ്രഷറും പോലത്തെ നിരവധി ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ചികിത്സിക്കാനും പ്രതിരോധിക്കാനും ഹിജാമ ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരഭംഗി വർദ്ധിപ്പിക്കാനും ഹിജാമ ചെയ്തു വരുന്നു. ഹിജാമയും യുനാനി വൈദ്യശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണ്? താങ്കൾ ഡയറക്ടറായ മാർക്കസ് യുനാനി ഹോസ്പിറ്റലിൽ ഹിജാമ എത്രത്തോളം നടക്കുന്നുണ്ട്? ഹിജാമയുടെ മുഴുവൻ വശങ്ങളും ഗഹനമായി പഠിപ്പിക്കുന്നത് യുനാനി വൈദ്യശാസ്ത്രത്തിൽ മാത്രമാണ്. യുനാനിയുടെ അടിത്തറ പാകിയ ബുഖറാത്തിന്റെ കിതാബുൽ ഹിജാമ വൽ ഫസദ് മുതൽ യുനാനിയിൽ കടന്നുവന്ന നൂറുകണക്കിന് വിശഗ്ധരന്മാർ ഹിജാമയെക്കുറിച്ചുള്ള വിശദമായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുനാനി ബിരുദധാരി അല്ലെങ്കിൽ 5.5 വർഷത്തെ BUMS കോഴ്സ് എടുത്ത ഒരു യുനാനി ഡോക്ടർ ഹിജാമയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും പഠിച്ചിരിക്കും. അതാണ് യുനാനി വൈദ്യശാസ്ത്രവും ഹിജാമയും തമ്മിലുള്ള ബന്ധം. പിന്നെ കേരളത്തിൽ 30ഓളം വരുന്ന യുനാനി ഡോക്ടർമാരാൽ നിയന്ത്രിക്കപ്പെടുന്ന യുനാനി ഹോസ്പിറ്റലുകളിൽ ഹിജാമ നടന്നുവരുന്നു. അവയിൽ ഏറ്റവും കൂടുതൽ ഹിജാമ ഇന്ന് നടക്കുന്നത് മർക്കസ് യുനാനി ഹോസ്പിറ്റലിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥാപിച്ച സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാറാക്കിയ ഹിജാമ തിയേറ്ററുകളിലായി നൂറുകണക്കിന് പേരാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഹിജാമ ക്യാമ്പുകളിലായി മാത്രം 10,000-ലധികം പേരാണ് ഹിജാമയുടെ സേവനം മർക്കസ് യുനാനി ഹോസ്പിറ്റലിൽ നിന്നും നേടിയത്. ഒരു പ്രവാചക ചികിത്സാവിധിയാണ് ഹിജാമ എന്ന് എങ്ങനെ പറയാം? വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ഹിജാമക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമാണ് ഹിജാമ കൂടുതൽ ജനകീയമാവുന്നത്. നിരവധി ഹദീസുകളിൽ, ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത നിരവധി ഹദീസുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമയെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുകയും
കൽപ്പിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ബുഖാരിയിലുള്ള തീർച്ചയായും നിങ്ങളുടെ ചികിത്സകളിൽ ഏറ്റവും നല്ലത് ഹിജാമയാണ് എന്ന ഹദീസും മുസ്ലിമിൽ വന്ന തീർച്ചയായും ഹിജാമയിൽ രോഗശമനമുണ്ട് തുടങ്ങിയ ഹദീസുകൾ ഈ വിഷയത്തിൽ വളരെ ഏവർക്കും വായിക്കാൻ കഴിയും. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ശരീരത്തിൽ ഹിജാമ ചെയ്യിപ്പിക്കുകയും സഹാബാക്കളുടെ ഇടയിൽ പലപ്പോഴും ഹിജാമ ചെയ്യിക്കുക ഒരു പതിവായിട്ടുള്ള ഒരു ചികിത്സയായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചക ചികിത്സാ വിധിയായും ഹിജാമ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ എവിടെയൊക്കെയാണ് ഹിജാമക്ക് സൗകര്യമുള്ളത്? ഹിജാമയ്ക്ക് വേണ്ടി ജനങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ 30ഓളം വരുന്ന ഹോസ്പിറ്റലുകളിൽ, യുനാനി ഹോസ്പിറ്റലുകളിൽ ഹിജാമ നടന്നു വരുന്നു. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സർജിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ട് ഹൈജീനിക്കായ കണ്ടീഷനിൽ നടത്തപ്പെടുന്ന ഹിജാമ സെൻ്ററുകളെയാണ് നാം സമീപിക്കേണ്ടത്. പിന്നെ ഇതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യാൻ പാടില്ല, ഏതൊക്കെ പോയിന്റുകളിലാണ് ചെയ്യേണ്ടത് തുടങ്ങി അതിൻ്റെ എല്ലാ വശവും അറിയുന്ന ഒരു യുനാനി ഡോക്ടറുടെ നേതൃത്വത്തിലായിരിക്കണം ഹിജാമ നടത്തപ്പെടേണ്ടത് എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കുക. പുതിയ ലോകത്തെ ആരോഗ്യ പരിസ്ഥിതിയിൽ ഹിജാമയുടെ പ്രസക്തി എത്രത്തോളമുണ്ട്? ഇന്നത്തെ ആരോഗ്യ പ്രതിസന്ധിക്ക് ഹിജാമ വലിയ പരിഹാരമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ വെല്ലുവിളി ഇന്ന് ഏതെങ്കിലും പകർച്ചവ്യാധികളല്ല, മറിച്ച് ജീവിതശൈലി രോഗങ്ങൾ എന്ന് നാം വിളിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ്. ഹാർട്ടിന് രോഗങ്ങളും കിഡ്നി രോഗങ്ങളും ലിവർ രോഗങ്ങളും സ്ട്രോക്ക് പോലത്തെ, പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ പോലത്തെ നിരവധി രോഗങ്ങളാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യരംഗത്തെ വെല്ലുവിളി. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് ഹിജാമക്ക് വലിയ റോൾ നിർവഹിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് നാം കഴിക്കുന്ന അമിതമായ ഭക്ഷണവും നമ്മുടെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ശരീരത്തിൻ്റെ ചലനങ്ങളുടെ കുറവുമാണ്. അപ്പോൾ ഹിജാമ നിർവഹിക്കുമ്പോൾ ശരീരത്തിൽ നിന്നും ടോക്സിൻസ്, ശരീരത്തിൽ നിന്നും അശുദ്ധ രക്തം പുറത്തു പോകുന്നത് കൊണ്ട് ഈ രോഗങ്ങൾക്ക് മൊത്തത്തിലും ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഫലം ചെയ്യും. അതുകൊണ്ട് തന്നെ ലോകം നേരിടുന്ന ആരോഗ്യ പ്രതിസന്ധിക്ക് ഹിജാമ വലിയ പരിഹാരമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നന്ദി ഡോക്ടർ UK ഷെരീഫ്, KMIC ന്യൂസിനോടൊപ്പം ചേർന്ന ഹിജാമയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയതിന്. താങ്ക് യു. എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഇന്ത്യൻ സമയം 2 മണി മുതൽ 3 മണി വരെ KMICയിൽ ഡോക്ടറോട് ചോദിക്കാമെന്ന പ്രോഗ്രാമിന് ഡോക്ടർ UK ഷെരീഫ് നേതൃത്വം നൽകുന്നുണ്ട്. ആരോഗ്യപരമായ വിവിധ സംശയങ്ങൾക്കാണ് ഡോക്ടർ UK ഷെരീഫ് പ്രോഗ്രാമിൽ മറുപടി നൽകുന്നത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈജിപ്ത് പ്രധാനമന്ത്രി ഇബ്രാഹിം മെഹ്ലബ് രാജിവെച്ചു. മധ്യപ്രദേശിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 82 മരണം. വിമാനത്താവളത്തിൽ ദേഹപരിശോധന ഒഴിവാക്കണമെന്ന് രാംദേവ് ഗുർമീത് സിംഗ്. ഹജ്ജ് സംബന്ധമായ വിവരങ്ങൾക്കും അധികാറുകൾക്കും ഇനിയൊരു ക്ലിക്ക് മാത്രം, കന്നഡ ഭാഷയിലുള്ള ആപ്ലിക്കേഷൻ തയ്യാർ. മക്ക ദുരന്തം, മരണം 107 കവിഞ്ഞു, മരണസംഖ്യ കൂടിയേക്കും, മരിച്ച 2 ഇന്ത്യക്കാരും മലയാളികൾ, നിരവധി പേർക്ക് പരിക്ക്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.